പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനും ഒരുപക്ഷെ കേരളത്തിൽ അന്യം നിന്നുപോയ പ്രഭാഷണ കലയുടെ തമ്പുരാക്കന്മാരിൽ അവസാനിക്കാതെ ജ്വലിച്ചു നിൽക്കുന്ന ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി സാഹിബിനോടാണ്. ഈ കെട്ടകാലത്ത് നിങ്ങൾ എത്രമേൽ നിഷ്കളങ്കതയോടെയും സത്യത്തോടെയും നീതിയോടെയും തെളിഞ്ഞു കത്തിയാലും കാലത്തിൻ്റെ വിദ്വേഷികൾ വമിപ്പിക്കുന്ന ആ വിദ്വേഷത്തിൻ്റെ കാർമേഘങ്ങളുടെ നിഴലുകൾ നിങ്ങളുടെ മേൽ പതിക്കുക തന്നെ ചെയ്യും. അതിനെ അതിജീവിക്കാനും അതിനേക്കാൾ ഉൾക്കരുത്തോടെ ആളിക്കത്താനും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സ്വയം മനസ്സിന് ബോധ്യമുള്ള സത്യവും നീതിയും നിങ്ങളെ നയിക്കുന്നിടത്തോളം ധൈര്യപൂർവ്വം തുടരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനപ്പുറത്ത് ഹൃദയം കൊണ്ട് ഇത്തരം വിദ്വേഷികളുടെ വാക്കുകൾ അല്പം പോലും വേദനയ്ക്കോ സങ്കോചത്തിനോ ന്യൂനതയ്ക്കോ കുറവിനോ ഒന്നും ഇടയാക്കാതിരിക്കലാണ് ഏറ്റവും ഉചിതമായത്. സാധാരണ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പറയാറുള്ളതും ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളൊരു കാര്യവുമാണ്. ഉറപ്പുള്ള ഒരു ഭിത്തിയിൽ ആണി അടിക്കുന്നവൻ ആ ആണി അകത്തേക്ക് കയറുന്നില്ലെങ്കിൽ അത് വളഞ്ഞു പോവുകയും അതോടൊപ്പം തന്നെ അവൻ്റെ കൈവേദനിക്കുകയും അവൻ അടി നിർത്തുകയും ചെയ്യും. എന്നാൽ അതകത്തേക്ക് കയറുന്നു എന്ന് തോന്നിയാൽ പിന്നീട് അടിക്കുന്നവർക്കെല്ലാം ഒരു ഹരമാണ് അതിലേക്ക് അടിച്ച് കയറ്റാനായി. ബാംഗ്ലൂരിലെ ഒരു KMCC സുഹൃത്ത് പറഞ്ഞതുപോലെ ജീവിക്കാൻ വേറെ ഏതെങ്കിലും സംസ്ഥാനവും മരിക്കാൻ കേരളവും നോക്കണം എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ സത്യവും നീതിയും അതുപോലെ തന്നെ തെളിഞ്ഞ നിലയിൽ സമൂഹത്തിൽ ഒട്ടും മങ്ങലേൽക്കാതെ പ്രഭയോടെ ചൊരിഞ്ഞു നിന്ന് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വൃഷരാജ് പോലെയുള്ള ഒരുപാട് വൃത്തികെട്ടവന്മാർക്ക് ഈ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളിൽ അഭിരമിക്കുന്ന മുഖമുള്ളവനും മുഖമില്ലാത്തവനും ആ മുഖമില്ലായ്മയോടൊപ്പം പിതൃശൂന്യത ഉള്ളവരുമായ ഒത്തിരി പേർക്ക് ഈ പറയുന്ന സംഗതികളൊക്കെയും ഒരു ഹരമാണ്, പെയ്ഡാണ്. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. AP അഹമ്മദ് എന്ന് പറയുന്ന ഒരു പരമവൃത്തികെട്ടവൻ, അയാളുടെ പിന്നാലെ സഞ്ചരിച്ചാലും ഒരുപാട് കഥകളുണ്ട്. എൻ്റെ കയ്യിലുണ്ട് അയാളെക്കുറിച്ച് അയൽക്കാരൻ എഴുതിയ കമൻറ്റും പറഞ്ഞ വാക്കുകളുമൊക്കെ. സമദാനിയാകാൻ സമദാനിയുടെ പുറകിലും നേതാവാകാൻ CPIയുടെ പുറകിലും പിന്നീട് മറ്റ് പലയിടങ്ങളുടെ പുറകിൽ ഒടുവിൽ ഗൾഫിൽ ആളുകൾ മാന്യമായി ജീവിക്കുന്നത് കണ്ട് അവിടെ സ്വർണ്ണക്കൂമ്പാരവും എണ്ണയും ഉണ്ടെന്ന് കരുതി അതും അവിടെ വാരാൻ പോയി ഒന്നും ലഭിക്കാതെ മോഹഭംഗപ്പെട്ട് നാട്ടിൽ വന്ന് ഇന്നത്തെ വിദ്വേഷകളുടെ ചാനലിലിരുന്ന് വെറുപ്പും കള്ളവും വൃത്തികേടും പറയുന്ന അഹമ്മദ് എന്ന് പറയുന്നവൻ്റെ വാക്കുകൾക്കൊക്കെ പിന്നാലെ ഈ പറയുന്ന പല ക്ഷുദ്രജീവികളും സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ മാറി നിന്ന് ഊറി 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 ചിരിക്കാനാവണം. നിങ്ങൾക്ക് മതം മാറ്റണമെങ്കിൽ മറയില്ലാതെ മതം മാറ്റാനുള്ള മനസ്സും കരുത്തും ഒക്കെ ഉള്ളതിനോട് കൂടി തന്നെ സ്വയം നിഷേധിച്ച, അവരില്ലെന്ന് പറഞ്ഞ, അവരുടെ മക്കളില്ലെന്ന് പറഞ്ഞ, അവരെക്കുറിച്ച് അറിയാവുന്നവരെല്ലാവരും പറഞ്ഞ, അവരുടെ നേരിട്ടുള്ള ഒരു വാക്കുകളിലും ഒരു പദം പോലും നിങ്ങളെക്കുറിച്ച് പറയാതെ ഇത്തരം വേട്ടനായ്ക്കൾ പുലഭ്യം പറയുന്നതിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വല്ലാണ്ട് ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത്? അങ്ങനെ നോക്കാതിരിക്കലാണ്, ശ്രദ്ധിക്കാതിരിക്കലാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഇങ്ങനെ ശ്രദ്ധിക്കും തോറും ചില ഭ്രാന്തന്മാരുടെ ജൽപ്പനങ്ങൾ കണ്ടിട്ടില്ലേ? അവരെ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞാൽ അവർ ഭ്രാന്ത് കൂടുതൽ കാണിക്കുന്നത് പോലെ, കള്ളുകുടിയന്മാരും മയക്കുമരുന്നുകാരും കാണിക്കുന്ന വിഭ്രാന്തി പോലെ യവനൊക്കെ അസൂയയും പകയും വിദ്വേഷവും കൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ട് നിലവിളിച്ച് കാട്ടിക്കൂട്ടുന്ന വെറും നികൃഷ്ടന്മാരും നീചന്മാരുമാണെന്നുള്ള തിരിച്ചറിവ് സമദാനി സാഹിബിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും അദ്ദേഹത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന മനുഷ്യർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാട്. കഴിഞ്ഞ ദിവസം ആ മൈക്കിൻ്റെ അഭാവത്തിൽ റെസ്പോൺസ് തരുന്ന, ഫീഡ്ബാക്ക് തരുന്ന മൈക്ക് തിരിച്ച് കാണികളുടെ ഇടയിലേക്ക് വെച്ചതുകൊണ്ട് ലഭിക്കാതെ പോയ വാക്കുകളിൽ ആവർത്തിച്ച് ചോദിച്ചതുകൊണ്ടും തപ്പിത്തടഞ്ഞതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ സമദാനി സ്വരം നന്നാകുമ്പോഴേ ഇതെല്ലാം നിർത്തിക്കോളൂ എന്ന് വെച്ചാൽ ആ എഴുതുന്നവർ എന്തോരം സ്വരം മാധുര്യമുള്ളപ്പോൾ വലിയ സംഭാവനകൾ ചെയ്തവരാണെന്നറിയാവോ? ഒന്നോ രണ്ടോ പിഴവുകൾ സാങ്കേതിക തകരാറ് കൊണ്ടുണ്ടാകുമ്പോഴേക്കും അതെല്ലാം അങ്ങ് നിർത്തിവെച്ചോളൂ, അതിന് പകരക്കാരാവാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, ഞങ്ങൾ റെഡിയാണ് എന്ന് പറയാനും അവർ തയ്യാറല്ല. മറിച്ച് ആ സന്ദർഭം നോക്കി താങ്കളെ കല്ലെറിയാൻ ശ്രമിക്കുന്നത്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്തെങ്കിലും ഉള്ള മാവിൽ കല്ലെറിയുന്നത് പോലെയും ഇറ്റിറ്റ് വീഴുന്നത് നക്കിയെടുക്കാൻ ചുണ്ടു നീക്കുന്നത് പോലെയും മാധുര്യമുള്ള ചിലതൊക്കെ അങ്ങയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. നിരവധിയായ വിവർത്തന ഗ്രന്ഥങ്ങളും നിരവധി മനുഷ്യരുടെ തത്സമയ ട്രാൻസ്ലേഷനുകളും ഏറ്റവും മനോഹരമായി ചെയ്ത അങ്ങേപ്പോലൊരാൾ നിർത്താൻ സമയമായില്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നേരമില്ലാത്തവണ്ണം അങ്ങയുടെ
ഏറ്റവും ഉജ്ജ്വലമായ ദൗത്യത്തിൽ തുടരുക തന്നെ ചെയ്യുക എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ഇതിനെയൊക്കെ കേവലം കീഴ്ശ്വാസങ്ങളായും ദീർഘനിശ്വാസങ്ങളായും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വെറും പുകവമിപ്പിക്കലായും കണ്ട് അങ്ങയുടെ ദൗത്യം തുടരുക. ഇന്ന് ഈ സമൂഹത്തിൽ ചിലതുറക്കെ പറയാൻ, ഭംഗിയോടെ സംസാരിക്കാൻ, ഹൃദയസ്പർശിയായി സംസാരിക്കാൻ, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തടം പിളർന്ന് അകത്തേക്ക് കയറും വണ്ണം എല്ലാ മുൻവിധികളോടെയും എല്ലാ ഡിഫൻസോടെയും ഇരിക്കുന്ന മനുഷ്യൻ്റെ കണ്ണ് നിറയിക്കാൻ കഴിയുന്ന വാഗ്ധോരണി അങ്ങയ്ക്ക് ഉടയതമ്പുരാൻ തന്നിരിക്കുന്നിടത്തോളം കാലം ആ നാവ് നിശ്ചലമാകുന്നതുവരെ, ആ തലച്ചോറ് സ്പന്ദനം നിലയ്ക്കുന്നതുവരെ, ഹൃദയത്തിൻ്റെ ധമനികളിലൂടെ ഒലിച്ചിറങ്ങുന്ന ജീവരക്തം നിശ്ചലമാകുന്നതുവരെ സമദാനി അങ്ങ് തുടരുക. അങ്ങയെ കേൾക്കാൻ ആയിരങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒത്തിരി മനുഷ്യരുണ്ട്. കാത്തിരിക്കുന്നു ഇനിയും മനോഹരമായ ആഴത്തിലുള്ള സന്ദേശങ്ങൾ ലളിതസുന്ദര മനോഹരമായി ഈ സമൂഹത്തിൽ ഉറക്കെ പറയാൻ, അത് കേൾക്കാൻ.